ലൈവിൽ ഷാനവാസും അനീഷും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ഷാനവാസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാനവാസ് പറയുന്നുണ്ട്, എനിക്കൊരു പരാതിയുണ്ട്, ലാലേട്ടൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാനത് അറിയിക്കും. ആക്ഷനൊന്നും എടുക്കരുതെന്നുള്ള ഒരു പരാതിയായിട്ട് തന്നെ ലാലേട്ടൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു പരാതിയായിട്ട് ലാലേട്ടന് കൊടുക്കും. ഷാനവാസ് വീണ്ടും പറയുകയാണ്, അനീഷ് അങ്ങനെയൊന്നും പുറത്ത് കൊണ്ടുവന്നൊരു വ്യക്തിയല്ല, അനീഷ് നല്ലൊരു പ്ലെയറാണ്. പിന്നെ എന്തായാലും എന്ന് പറഞ്ഞു തുടങ്ങിയപ്പം അനീഷ് പറയുകയാണ്, ഷാനവാസ് ഞാൻ അങ്ങനൊന്നും വിചാരിച്ചിട്ട് ചെയ്ത കാര്യമല്ല, ഞാൻ അറിയാതെ ചെയ്തു പോയ ഒരു കാര്യമാണ് എന്ന് അനീഷ് വളരെ സൗമ്യനായിട്ട് പറയുകയാണ് ഷാനവാസിനോട്. അതെനിക്ക് മനസ്സിലാവും, എന്തായാലും നീ അത് അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെന്ന് എനിക്കറിയാം. കാരണം നീ മുമ്പിട്ട് നിന്നിട്ട് ഒരാൾക്ക് ആരാ നിൽക്കുന്നതെന്ന് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അത് നീ അറിയാതെ ചെയ്തതാണെന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം. നിനക്കെന്നെ കാണാൻ സാധിക്കുന്നില്ല, ഞാനാണെന്ന് നീ കാണുന്നുമില്ല, അതെനിക്ക് നല്ലതായിട്ട് അറിയാം. അപ്പം അനീഷ് പറയുന്നുണ്ട്, ഞാൻ ആരാന്ന് അറിയുന്നില്ല, ഞാൻ അറിയാതെ ചെയ്തു പോയ ഒരു പ്രവൃത്തിയാണ്. ഷാനവാസ് പറയുന്നുണ്ട്, ഒരാളുടെ മൂക്ക് എവിടെ, ഒരാളുടെ കൈ എവിടെ, ഒരാളുടെ കണ്ണെവിടെ, അതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ലല്ലോ. എൻ്റെ ഫോക്കസ് നിൻ്റെ തൊപ്പിയാണ്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഷാനവാസെ അങ്ങനെ കൈയൊക്കെ കൊണ്ടുവന്നിട്ട് വായിലേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ എന്താ ചെയ്യുക? അനീഷ് ചിരിച്ചുകൊണ്ട് പറയാണ്, ഷാനവാസ് കയറി ഒരു മനുഷ്യൻ്റെ വായിൽ കൈയിട്ടിട്ടുണ്ടാകും, അത് തന്നെ സംഭവിച്ചത്. ഷാനവാസ് വീണ്ടും ചിരിച്ചുകൊണ്ട് പറയുന്നു, ഒരു മനുഷ്യൻ്റെ വായിലേക്ക് ഒരു വിരൽ വന്നു. അപ്പോൾ ഇത് ചിക്കൻ പൊരിച്ചതോ അൽഫാമോ അല്ലെങ്കിൽ മീൻ പൊരിച്ചതോ ഒന്നും അല്ലല്ലോ എങ്ങനെ കടിച്ചെടുത്ത് കഴിക്കാൻ. നീ അത് അർഹിക്കുന്നു എന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയാണ്, അപ്പോഴാണ് ഞാൻ കൗണ്ടർ അടിക്കുന്നത്, ഇപ്പം നീ പറഞ്ഞതാണ് പാർട്ട് ഓഫ് ഗെയിം. പിന്നെ നീ ഞാൻ ഗെയിം കളിക്കാൻ വന്നതല്ല ജീവിക്കാൻ വന്നതാണെന്ന് പറയരുത്. നിൻ്റെ തെറ്റുകൾ ഓരോന്നോരോന്നായി ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേ ഇരിക്കുമെന്നും പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഷാനവാസ്. ഞാൻ ഗെയിം കളിക്കാനല്ല വന്നത്, ഞാൻ ജീവിക്കാനായിട്ട് തന്നെ വന്നതാണ്. പക്ഷേ അപ്പോൾ ഉണ്ടായ ഒരു ചെറിയ ഒരു അബദ്ധമാണ്, ഞാൻ അറിയാതെ ചെയ്തു പോയൊരു തെറ്റാണ്. പക്ഷെ നീ അതൊരു മുതലെടുപ്പാക്കി എടുത്തിട്ട് നീ എന്നെക്കൊണ്ട് ഒരുപാട് പണികൾ എടുപ്പിച്ച്. വീണ്ടും ഷാനവാസ് പറയുന്നുണ്ട്, എനിക്ക് അനീഷിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് കുറേ ഇരട്ടപ്പേരുകളും പരിഹാസവും കടിയും പിന്നെ ഒരുപാട് വഴക്കുകളും മാത്രമാണ്. സ്നേഹം എനിക്ക് നീ തന്നിട്ടുണ്ടോ? ഞാൻ അങ്ങനെയാണോ നിന്നോട് നിൽക്കുന്നത്? അപ്പം നമ്മൾ തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. നീ എന്നോട് എന്താ കാണിച്ചിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ഓർത്ത് നോക്ക്, നീ എന്നോട് എന്തൊക്കെയാണ് ചെയ്തേക്കുന്നതെന്ന്. അനീഷ് പറയുന്നുണ്ടോ, ഒന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്ക്. ഞാൻ നിനക്ക് എന്തെങ്കിലും നിന്നെ ഞാൻ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടോ? നമ്മൾ തമ്മിലുള്ള ഡീലിങ് അതുപോലെയാണ്. നീ പറയുന്നതൊക്കെ ഞാൻ കൗണ്ടർ ചെയ്തിട്ടുണ്ട്, അല്ലാതെ നിന്നെ ഞാൻ ഒരിക്കലും അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇരുന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അനീഷ് അവിടെ നിന്ന് ചിന്തിക്കുകയാണ് ഓരോന്നും. ഷാനവാസ് പറയുന്നുണ്ട്, എന്നെ ദ്രോഹിക്കുന്ന സമയത്ത് ഞാൻ അനീഷിനെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ, ഞാൻ ഒരിക്കലും അനീഷിനെ അറ്റാക്ക് ചെയ്തു